ഇനിയൊന്നും നോക്കാനില്ല. അമേരിക്കയും ഇസ്രായേലിനെയും തകർത്ത് തരിപ്പണമാക്കും. ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ അവസാനിച്ചത്. എന്നാൽ ഈ ചടങ്ങുകൾ കഴിഞ്ഞു മണിക്കൂറുകൾ പിന്നീട് മുൻപേ തന്നെ ഇറാൻ ആകട്ടെ ഇസ്രായേലിനെയും അമേരിക്കയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ കടന്നു പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കുമെന്നും ഹോർമൂസ് കടക്കുന്നതിന് മുൻപേ തന്നെ കടലിൽ വെച്ച് കപ്പലുകൾ അവിടെ മുക്കിക്കളയും എന്ന താക്കീത് കൂടിയാണ് ഇവിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആകട്ടെ ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളയാൻ സാധിക്കുന്ന വിധമായിരിക്കും ശത്രുക്കൾക്ക് നേരെ ഇറാൻ നൽകുന്ന തിരിച്ചടിയെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നീതിപൂർവമായി തന്നെ നടപ്പിലാക്കുമെന്നും അത് കുറ്റവാളികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികളെ കൊല്ലുന്ന അമേരിക്കൻ സൈന്യത്തിന് അർഹമായ തിരിച്ചടി നൽകുമെന്നതാണ് ഇറാൻ ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രക്തസാക്ഷികൾക്കായി തന്നെ പ്രതികാരം വീട്ടുന്നതും കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുന്നതും നിശ്ചയിച്ചതും അവിടെ നിയമാനുസൃതവും അത് മാറ്റാനാകാത്തതുമായ ആവശ്യമായി തന്നെ അല്ലെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നതാണ് ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേതാവായ വഹീദി വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ക്രിമിനൽ നേതാക്കളും ഇസ്ലാമിക വിപ്ലവത്തിന്റെയും പ്രതിരോധ മുന്നണിയുടെയും തന്നെ മുഴുവൻ ശത്രുക്കളും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ദൈവിക നേതാവിനെ അവിടെ ഭീരുത്വം കൊണ്ട് കൊലപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് ഒരിക്കലും പ്രതിരോധത്തിന്റെ ആ ഒരു കൊടി അവിടെ താഴ്ത്താൻ ആകില്ല എന്നും ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായി തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരം അവിടെ ഇസ്രായേൽ അമേരിക്കയുമായി തന്നെ പങ്കുവച്ചതായി തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേർണൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയും ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇറാൻ ആകട്ടെ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ 1-ാം നമ്പർ ലക്ഷ്യം താനാണ് എന്നും ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇസ്രായേൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ ട്രംപിന്റെ മരണമെന്ന് ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നതും വലിയ രീതിയിൽ ഇതാകട്ടെ US ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാകുവാനും കാരണമായിരുന്നു. ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതായും ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇതിനെല്ലാം ഇടയിലാണ് വീണ്ടും ശക്തമായ താക്കീതുമായി ഇറാൻ രംഗത്ത് വരുന്നത്. ഇറാൻ എന്നെ വധിക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തിനെതിരെ മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമായ സൈനിക തിരിച്ചടി നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തലായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണം നടത്തും, അല്ലെങ്കിൽ അത്തരത്തിൽ നടത്താൻ ശ്രമിച്ചാൽ താൻ വലിയ രീതിയിലൊരു നിർദ്ദേശം നൽകിയതായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയതും. മാത്രമല്ല, ഇറാന്റെ വധഭീഷണിയുള്ളവരുടെ പട്ടികയിൽ താൻ വളരെ കാലമായി തന്നെ 1-ാം സ്ഥാനത്തുണ്ട് എന്നും എന്നാൽ നിലവിൽ ഉടനടി തന്നെ വധശ്രമം ഉണ്ടാകുമെന്ന തരത്തിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ട് നാളുകൾ ഏറെയായി. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ നേരിടാൻ ഒരുങ്ങുന്നതെന്നും ട്രംപ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്തു ചെയ്യണമെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ താൻ ഇവിടെ കൈമാറിയിട്ടുണ്ട് എന്ന വ്യക്തമായൊരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.